ഗാസ മുനമ്പിൽ തുടരുന്ന ഇസ്രയേൽ ആക്രമണങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന മാനുഷിക പ്രതിസന്ധികളും ആഗോള സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. പതിറ്റാണ്ടുകളായി സംഘർഷഭരിതമായ ഈ പ്രദേശം ഇപ്പോൾ പൂർണ്ണമായ ഒരു മാനുഷിക ദുരന്തത്തിന്റെ വക്കിലാണ്. ഭക്ഷണം, വെള്ളം, മരുന്ന്, വൈദ്യുതി എന്നിവയുടെ ക്ഷാമം, കൂട്ടപലായനങ്ങൾ, വർദ്ധിച്ചുവരുന്ന മരണസംഖ്യ എന്നിവയെല്ലാം ഗാസയിലെ സ്ഥിതിഗതികളെ കൂടുതൽ വഷളാക്കുകയാണ്. ഭക്ഷ്യവസ്തുക്കൾക്കായി കാത്തുനിൽക്കുന്ന സാധാരണക്കാർക്ക് നേരെ ഇസ്രയേൽ സൈന്യം വെടിയുതിർത്തുവെന്ന റിപ്പോർട്ടുകൾ ഗാസയിലെ ഭീകരമായ അവസ്ഥയുടെ നേർചിത്രമാണ്. ഈ സംഭവത്തിൽ 71 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. സഹായ വിതരണ വാഹനങ്ങൾ കാത്തുനിന്ന നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ നടന്ന ഈ ആസൂത്രിത വെടിവെപ്പ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. പരിക്കേറ്റവരിൽ പലർക്കും തലയ്ക്കും നെഞ്ചിനുമാണ് വെടിയേറ്റുന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഗാസയിൽ പട്ടിണി മൂലം മരിക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 154 പേർ പട്ടിണി കാരണം മരണത്തിന് കീഴടങ്ങി. ഇത് കേവലം ഒരു സംഖ്യയല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെയും ജീവനും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നതിന്റെ ദയനീയ ചിത്രമാണ്.